ഡോക്ടർമാർ വരെ ജിന്നുബാധയേറ്റവരെ ചികിത്സിച്ചത് കണ്ടതും ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചതും അനുഭവസ്ഥർ വിശദീകരിച്ചൊക്കെ കേട്ട് കേരളത്തിലെ സെൽഫികളെക്കാൾ ആ കാര്യത്തിൽ പരിജ്ഞാനമുള്ളവരാണവര്. ഏതുപോലെ വിത്തറിലെ കുനൂത്ത് സൗദി അറേബ്യയിലെ മിക്ക സലഫി പള്ളി എല്ലാ പള്ളികളിലും ഉണ്ടല്ലോ. ഇവിടെ ആളുകൾ ചെയ്യുന്നു, കേരളത്തിൽ ചെയ്യുന്നുണ്ടോ? കേരള ജമിയത്തുൽ ഉലമക്ക് അഭിപ്രായമുണ്ടോ? വിത്തറിലെ കുനൂത്തില്ല, ആ ഹദീസ് ലൈഫാണ്. അപ്പൊ സൗദിയിൽ ജീവിച്ച് അവർക്ക് കുറച്ചുകൂടെ പരിജ്ഞാനം ഉണ്ടാവും ഈ കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ടാണ് ജക്കരമണി. ഇനി ജക്കരമണി പറഞ്ഞേച്ച് ഈ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അതെന്തെന്നോ, അവൻ ഇസ്ലാമിൽ ഉറച്ചുകൊണ്ടൊന്നും ഇവർക്കാർക്കില്ല, ഇവരാരും അങ്ങനെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ഗൗരവമായി ഈ കാര്യം നിങ്ങളോട് പറയുന്നു. അതെന്താണ്? ഈ കുട്ടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഈ കുട്ടി ടോട്ടൽ നിരീശ്വരവാദിയായിരുന്നു. ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പക്കാരൻ. അപ്പോ അവൻ പക്കാ നിരീശ്വരവാദിയായി, ദീനില്ലാതെ ഒരു ദിവസം 3 സിനിമയൊക്കെ കാണും. അങ്ങനെ വളരെ വൃത്തികെട്ട് ജീവിക്കുന്നതിനിടയിലാണ് എന്റെ എളിയ പ്രബോധനത്തിന്റെ ചില കേസറ്റുകൾ ഈ കുട്ടി കേൾക്കുന്നത്. അവൻ അങ്ങനെ അത് കേട്ടു തുടങ്ങി. അപ്പൊ അത് കേട്ടു തുടങ്ങിയവന് പ്രസംഗങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവനിങ്ങനെ വരുന്നതിനിടയിൽ നിങ്ങൾക്കറിയാലോ, പിഴച്ച ഒരാള് ഹിദായത്തിൽ വരുമ്പോ ഏറ്റവും ബേജാറാകുക പിശാചിനാണ് ഏറ്റവും കൂടുതൽ ബേജാറാകുക. ആ പിശാചി ഈ കുട്ടിയെ സ്വാധീനിക്കുന്നതിന് സംശയമൊന്നുമില്ല, മുന്നിലൂടെയും പിന്നിലൂടെയും. ഇനി കേരള അനുഭവത്തിൽ മുജാഹിദീൻ കേജയും ജിന്ന് ബാധ ഏൽക്കുന്ന രോഗാണുക്കൾ രോഗം പരത്തുന്ന പോലെ ജിന്നുകൾ രോഗം പരത്തും, ബാധിക്കും, ജിന്ന് ബാധ ഏൽക്കും എന്ന് കേജയും പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം, രോഗാണു ബാധിച്ചാൽ ചികിത്സിക്കണോ? അതൊന്നും നമുക്കാർക്കും മനസ്സിലാവില്ല, അത് മാറ്റിവെക്കണോ? രോഗാണു പ്രവേശിച്ചാലും ആർക്കും ഒരു പനി പിടിച്ച് ഉമ്മ കിടക്കുന്നു, ഉമ്മാക്ക് ഇന്ന രോഗാണെന്ന് മകന് പറയാൻ പറ്റുമോ? ഭർത്താവിന് പറയാൻ പറ്റുമോ? അതിനാണല്ലോ ഡോക്ടർ എടുത്ത് കൊണ്ടുപോകുന്നത്. കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആളുകളെ, കോമൺ സെൻസ്. വാപ്പാക്ക് പനിച്ചത് എന്താ? ഡെങ്കിപ്പനിയാണോ വേറെ ഏതെങ്കിലും പനിയാണോ? അത് ഡോക്ടർ എടുത്ത് കൊണ്ടുപോകുമ്പോ അതിന്റെ സിംറ്റംസ് നോക്കി പറയും ഇന്നലാകാൻ സാധ്യത. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്ഥിരീകരിക്കുന്നതാണ് രോഗം എന്താന്ന് പറയാ. ലോകത്തിലേതും അങ്ങനെ അത് ഇപ്പൊ അതിനെപ്പോയാലേ ബുക്കെന്ന് പറയാ. എന്താ സമൂഹം കളിപ്പില്ല. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നോ? ഞാനിവിടെ വൈകാരികമെന്ന് എന്തുകൊണ്ടറിയോ? ഇവർ ദീനിൽ നിന്ന് ജനങ്ങളെ വലിക്കുകയാണ്, ഇവർ അക്കിൽ നിന്ന് ജനങ്ങളെ പുറകോട്ട് കൊണ്ടുപോവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഡോക്ടർമാരെന്നെ എത്ര ടെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ തിരിച്ചറിയോ? അറിയോ? അതുകൊണ്ട് അവർ പനിക്കുന്ന സമയത്ത് മാത്രം ബ്ലഡ് എടുക്കണം. അതുപോലെ ഓരോ രോഗത്തിന് അടയാളം വരുമ്പോൾ ടെസ്റ്റ് ചെയ്യണം. എന്തേ കാരണോ? അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ. ഇനി അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ ടെസ്റ്റ് എടുത്തിയാലും ചിലപ്പോൾ ഒരു ലോക്കൽ മനുഷ്യനേക്കും. ഞങ്ങളുടെ നാട്ടിലെ മാറൂഫ് ഡോക്ടർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ നോക്കി തോറ്റാൽ മാറൂഫ് ഡോക്ടറെ നോക്കുക. സാധാരണക്കാരനാ, പക്ഷെ അദ്ദേഹത്തിന് വേഗം. അതെന്താണ്? പരിചയമാണ്, പരിജ്ഞാനമാണ്. ഇനി ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ, ഒരു ഭ്രാന്തന്റെ അടുത്ത് ഇരിക്കാനാണോ നമുക്ക് കൂടുതൽ മടി? ഒരു ക്യാൻസർ രോഗിന്റെ കൂടെ ഇരിക്കാനാണോ? വിവരമുള്ളവരൊക്കെ പറയും ഭ്രാന്തന്റെ കൂടെ ഇരിക്കാനായിരിക്കും പ്രയാസം. കാരണം ഭ്രാന്ത് ഈ ലോകത്തിന് വ്യത്യസ്തമാണ്. ഭൗതിക രോഗാണുക്കൾ പരത്തുന്നതിനേക്കാൾ മറ്റൊരു രോഗമാണത്. ആർക്കതിൽ സംശയമില്ലാത്തത്? പിശാച് ബാധകൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല എന്നാണ് കായക്കൊടി പറഞ്ഞത്. ശരി, ഉറപ്പിക്കണ്ട. ആ അടയാളം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുക്കി കൂട്ടരെ. നിങ്ങൾ എന്താണ് പറയാത്തത്? ജിന്ന് ബാധയേറ്റാൽ ഇസ്ലാമിന്റെ ചികിത്സാ രീതി എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? കേന്ദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? എങ്ങനെയാ അതിന്റെ ചികിത്സ എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? എന്താ നിങ്ങൾക്കത് സാധിക്കാത്തത്? അത് വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയിലേക്ക് പോകാം. അവന് ശക്തമായ പിശാച് ബാധ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം ബോധ്യപ്പെട്ടിട്ടില്ല, അതൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള എന്തുകൊണ്ടാണ് സക്കറിയ സ്വലാഹിന്റെ അടുത്ത് ഞാൻ ഈ കുട്ടിയെ പറഞ്ഞേക്കുന്നത്, അതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ പറയാം. ഇവൻ ശക്തനായി നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. രാത്രി പോലും എന്റെ പ്രസംഗങ്ങൾ കേട്ട് അവൻ ഉറങ്ങാൻ തുടങ്ങി. അതിനുശേഷം അവന് ഇതിലേക്ക് കൂടുതൽ വരികയും ശേഷം അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഒരു അസ്വസ്ഥതയുണ്ട് ഈ കാര്യത്തില്. നിങ്ങളുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഖുർആനിന്റെ വചനങ്ങൾ എന്റെ ചെവിയിലേക്ക് എയർഫോൺ ഇട്ട് കേൾക്കുമ്പോ ഭയങ്കരമായ എന്നെ ആരോ വരിഞ്ഞു മുറുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നീ കുട്ടി പറയും. എനിക്ക് പ്രയാസം ഉണ്ടാവണം. സാധാരണ വിശുദ്ധ ഖുർആൻ റുഖിയ ശറിയ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിയാൽ ജിന്ന് ബാധയുള്ളവർക്ക് അത് എഫക്ട് ചെയ്യും.
അതിന് വലിയ കിതാബൊന്നും തിരിയണ്ട. വലിയ ജനറൽ സെക്രട്ടറിമാരോ വലിയ ജമിയത്തുലമയുടെ വിശദീകരണക്കാരോ പ്രബന്ധക്കാരോ ഒന്നും അറിയണ്ട. ഒരു കുട്ടിയിൽ പിശാച് ബാധയുണ്ടെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. എളുപ്പത്തില് ഉറപ്പിച്ച് നല്ല എളുപ്പത്തിൽ കഴിയും. പിശാച് ബാധയുണ്ട്, അവന് കാണിക്കുന്ന ചേർച്ചകളോ അവസ്ഥകളോ ഉണ്ടെങ്കിൽ പറയാം. ഉറപ്പിച്ച് പറയണമെന്നില്ല. ഉറപ്പിച്ച് പറയാം. പനി പിടിച്ചു, നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾക്ക് ക്യാൻസറാ? പനി പിടിച്ചു എന്നകാര്യം എലിപ്പനി പറയുന്നുണ്ടോ? പറയലില്ല. ഡോക്ടറെ അടുത്തുണ്ടെങ്കിൽ സ്ഥിരീകരിക്കൂ. അത് പരിചയമുള്ള ഒരാൾക്ക് കൊണ്ട് അതാണോ എന്ന് ക്ലിയർ ചെയ്യാൻ. അതിലെന്താ മനുഷ്യന്മാരെ തെറ്റ്? എന്താ കുഴപ്പം? ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തൗഹീദി പ്രസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ. സുന്നികളായ ആളുകൾ ജിന്ന് കൂടി അത് കൂടി എന്നിട്ട് ശിർക്കൻ ചികിത്സക്ക് കൊണ്ടുവന്നു. ഈ ആളുകൾ തൗഹീദിൽ വന്നാൽ ഇവർക്ക് ഇങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ മരുന്ന്? തൗഹീദിലെ ചികിത്സയും പാടില്ല, ശിർക്കിന്റെ ചികിത്സയിലേക്ക് പോകാനും പാടില്ല. ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾക്കിത് പ്രശ്നമല്ല. ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരുടെ പോരാട്ടവും ചരിത്രം അറിയണമെങ്കിലേ ജനങ്ങൾ നടത്തുന്ന പ്രബോധനം റോട്ടിലിറങ്ങി മനസ്സിലാക്കണം, അത് അറിയണം, അത് ഉൾക്കൊള്ളാൻ കഴിയണം. എന്നിട്ടുണ്ടായ പരിവർത്തനം എന്താ? ഈ കുട്ടികളൊക്കെ എവിടെയായിരുന്നു? എന്തൊക്കെ തിന്മകളിലായിരുന്നവർ? ഇവരെങ്ങനെ മാറി എന്ന് നേതൃത്വം ഒന്ന് വിലയിരുത്തണം. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങളെ പഠിക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടെയായിരുന്നു അവൻ നടന്നു പോകാറുള്ള കാര്യങ്ങളും. അപ്പൊ അവന് ഒരുപാട് പ്രയാസങ്ങൾ, പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസം ദൂരീകരിക്കണം. ആ പ്രയാസം അവനെ രക്ഷപ്പെടുത്തണ്ടേ? അതിന് ഇസ്ലാമിക ചികിത്സ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ചികിത്സ, അല്ലാതെ ക്ലിനിക്കുകൾ ഉണ്ടാക്കി ശിർക്കിന്റെ ചികിത്സയല്ല. നിങ്ങൾ ജനങ്ങൾക്ക് ചികിത്സ പറഞ്ഞു കൊടുക്കുകയും ജിന്നുബാധ ഉണ്ടാവും നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നതാ. നിങ്ങളുടെ മനസ്സിലതില്ല. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിഷേധിക്കുന്നവരാ നിങ്ങളിൽ പലരും ഇസ്ലാമിന്റെ കൃത്യമായ സരണിയിൽ നിന്ന് തെറ്റിപ്പോയവർ വരെയുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ മെമ്പറിൽ കയറുന്നവര്. അതെ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോയവർ പരിപൂർണമായി. അങ്ങനെ വിശ്വാസമുള്ള ആളുകൾ, ഇസ്ലാമിന്റെ നല്ല നല്ല കാര്യങ്ങളെ നിഷേധിക്കുന്നവർ, ചേകന്നൂരിനേക്കാൾ കടുത്ത നിഷേധികൾ, നിങ്ങൾ മെമ്പർ കൊടുത്തവർ, നിങ്ങൾ സ്റ്റേജിൽ കയറ്റിയിരുത്തിയവർ, നിങ്ങൾ സ്ഥാനമാനങ്ങൾ കൊടുത്തവർ, നിങ്ങൾ കേന്ദ്രമിന്റെ സകല അംഗീകാരങ്ങൾ നൽകിയവർ ഉണ്ട്. അവരുടെ പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. സിഹറിനെ നിഷേധിക്കുന്നവർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബുഖാരിയെ ചീത്ത പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊരു ആദർശ പറയുന്നത്, വ്യക്തിപരമല്ല ആദർശമാണ് പറയുന്നത്. ഈ ആദർശം തകർന്നു പോകരുതെന്നാ പറയുന്നത്. ഈ ആദർശത്തിന് കോട്ടം സംഭവിക്കരുതെന്നാ പറയുന്നത്. അങ്ങനെ ഈ കുട്ടി വളരെ വയലന്റായി ചില സന്ദർഭത്തിൽ അവൻ എന്റെ അടുത്ത് നിരന്തരമായി വരുമായിരുന്നു, എന്റെ വീട്ടിൽ നിരന്തരമായി വരുമായിരുന്നു. എനിക്ക് അവന് റുഖിയ ശരിയ ചെയ്യാനുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾ ചോദിക്കും, ഖുർആൻ അറിഞ്ഞൂടെ, സുന്നത്ത് അറിഞ്ഞൂടെ? ടിപിക്ക് ഖുർആൻ അറിഞ്ഞൂടെ? എപിക്ക് ഖുർആൻ അറിഞ്ഞൂടെ? MM അതിനിക്ക് ഖുർആൻ അറിഞ്ഞൂടെ? അബ്ദുറഹ്മാൻ സലഫിക്ക് ഖുർആൻ അറിഞ്ഞൂടെ? നിങ്ങൾ ആലോചിക്കലുണ്ടോ? ഇല്ല. കേരളക്കരയിൽ ഇത് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. കേരളത്തിലെ നേതാക്കന്മാരെ നമുക്ക് മനസ്സിലാക്കി തന്നില്ല. അതുകൊണ്ട് സൗദിയിലൊക്കെ പോയി സലഫി മഹാപണ്ഡിതന്മാർ ഇത് പഠിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു തൗഹീദിന്റെ ചികിത്സ കിട്ടണം. ശിർക്കിലേക്ക് അവരെത്തരുത്, കുഫറിലേക്ക് അവരെത്തരുത്, നിരീശ്വരത്വത്തിലേക്ക് അവരെത്തരുത്, ദീനിന്ന് പുറത്തു പോകരുതെന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന റസൂലുള്ളാഹി മൂത്താപ്പാന്റെ അടുത്തില്ലേ ആ ഒരു വികാരം ഈമാനുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അതുള്ളതുകൊണ്ടാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്. സക്കരിയ സുലൈഹിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. അവിടെ ഉണ്ടായതെന്താ? സക്കരിയ സുലൈഹിനെ എടുത്ത് ചുമരിലേക്ക് ഒരു ഏറാൻ എന്ത് ശക്തിയായിരുന്നു ആ സമയത്ത്. ഈ കുട്ടിയിൽ എന്താ ഉണ്ടായത്? അത് കണ്ട പടപൂരികൾ വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പൊ അത് കാണുമ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാമിന്റെ ചികിത്സ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഗതിയായത്. ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ചർച്ചയും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അതെടുത്തിങ്ങനെ പറയാൻ, എന്നൊരു ശിർക്കിലേക്ക് നയിച്ചു എന്ന് പറയാൻ, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്ന് പറയാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു കയമ്പില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആളുകളുടെ വിശദീകരണം ആരും ചെവിക്കൊണ്ടിരുന്ന എനിക്കതിൽ പറയാനുള്ളത്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇവര് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് നാളെ ഡോക്ടർ സുബൈർ ഡോക്ടറോട് എന്നെ ചോദിക്കാലോ, സുബൈർ ഡോക്ടറെ അനുസമൂല നിങ്ങളുടെ കൂടെ കാറിൽ കയറി ഇതിനായിരുന്നോ? അത് ചോദിച്ചാൽ അത് പറഞ്ഞാൽ പോരെ. ബാക്കിയുള്ള വാദമുണ്ടായി, മറ്റേതുണ്ടായി, മറിച്ചുണ്ടായി. ഇതൊക്കെ എന്താണെന്നറിയോ? എനിക്കിപ്പോ മനസ്സിലാകുന്നതറിയോ? ഇത് 12 വരെ 1 മണി വരെയൊക്കെ നീണ്ടുപോകുന്നത് എന്തുകൊണ്ടറിയോ? ഒരു ചെറിയ ചോദ്യത്തിന് പോലും 1 മിനിറ്റ് കൊണ്ട് മറുപടി വരേണ്ട 1.5 മണിക്കൂറാണ് വലിയ ഷെയ്ഖിന്. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. കാരണം നിങ്ങൾക്കറിയില്ല, മങ്കരയിലെ ഉദ്ഘാടന പ്രസംഗം 2 മണിക്കൂർ, മുഖ്യ പ്രഭാഷണം 50 മിനിറ്റ്. ഇതൊക്കെ എല്ലാരും കേട്ടതല്ലേ? എല്ലാരും അറിഞ്ഞാലേ? നുണയല്ലല്ലോ. ഉദ്ഘാടനം 9 മണി വരെ. ഉദ്ഘാടനം 9 മണി വരെ.
മുഖ്യ പ്രഭാഷണം അതിനേക്കാൾ താഴെ. കാരണം എന്താ? അങ്ങനെ നുണ പറയുമെന്താണെന്നറിയോ? സ്ഥാപിക്കാൻ ഒരുപാട് പെടാപ്പാട് വിടും, മണിക്കൂറുകൾ തികയില്ല, നുണയാ പറയണേ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ജിന്നബാധ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം ചോദിച്ചല്ലോ, ശരീരത്തിൽ കയറുമോ? അത് നമുക്ക് ഉറപ്പിച്ചു വരാം. അനീഫ് കായക്കൂടിയാണ് മറുപടിയാണ്. ആ മറുപടിയൊക്കെ അനീഫ് കാ നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. എന്താണ് അങ്ങനെ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് പിശാചബാധ ഉണ്ടായി എന്ന്, അതിന് വഹി വേണ്ട. ഇനി നബിയോടുകൂടെ അത് അവസാനിച്ചുവെങ്കിൽ അപ്പൊ ജിന്നബാധ അതോടുകൂടി അവസാനിച്ചോ? മാത്രമല്ല, നബിയുടെ ഏറ്റവും ഉത്തമ തലമുറയിൽ ആ ജിന്നബാധ ഉണ്ടാകുക, അതിനുശേഷമുള്ള തലമുറയിൽ ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി, നബിയുടെ കാലത്തെ ഈ ചികിത്സയും പറ്റൂ ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അക്കാലഘട്ടത്തിലുള്ളവർ കൂടുതൽ പിശാച് സ്വാധീനിക്കുന്നു, ഇക്കാലഘട്ടത്തിലുള്ളവർ പിശാച് ബാധിക്കൂലെന്നോ? ഇവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ബാധിക്കൊക്കെ ചെയ്യാൻ, പക്ഷേ ചികിത്സ പറ്റൂല, അറിയാൻ പറ്റൂല. പിന്നെന്ത് ചെയ്യും? അവരെങ്ങോട്ട് പോകും? അവരുടെ ജീവിതത്തിൽ ഇസ്ലാം എന്ന സമ്പൂർണ്ണ മതം, ആ മതത്തിൽ അതിനൊരു പരിഹാരമല്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും. കെ.എം. മൗലവി നിഷേധിക്കാൻ കഴിയോ? അദ്ദേഹത്തിന്റെ ഫത്വകൾ യുവത പ്രസിദ്ധീകരിച്ച ഇത്തരം സാഹചര്യങ്ങളിൽ, അങ്ങനെ തോന്നുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? റുഖ്യ ശരിയ ചെയ്യാം. അത് കേവലം സാധാരണത്തെ പോലെ ഒരു പ്രാർത്ഥനയാണോ? ആണോ? രോഗി നിർത്തി എന്നിട്ട് അല്ലാഹു മിശ്ഫി ഷാഫി ഇല്ല ഷിഫാഉക എന്ന് പറയുന്ന പ്രാർത്ഥനയാണോ? അതാണെങ്കിൽ അതിന് ചെല്ലിയ പോലെ. റുഖ്യ ശരിയ അതല്ല. ഫാത്തിഹ മന്ത്രിച്ചല്ലോ സ്വഹാബത്ത്. നിങ്ങളിൽ ആരാണ് മന്ത്രം പറയുന്നവർ? അപ്പൊ അവിടെ ഫാത്തിഹ അറിയുന്നവർ വേറെ ആരുമില്ലേ? ഒരാളേ ഉള്ളൂ. അപ്പൊ അത് ശീലിക്കുകയും അതിൽ തയക്കവും പഴക്കവും അത് ചെയ്താൽ ഫലിക്കുകയും ചെയ്യും തോന്നുന്ന ആളുകളെ ചെയ്യുക. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥന കിട്ടുന്ന ഉറപ്പുള്ളവരെ വെച്ച് പ്രാർത്ഥിപ്പിക്കുക. അതുപോലെ ഈ ചികിത്സ ചെയ്താൽ ഫലിക്കുമെന്ന് വിചാരിക്കുന്നവരെ വെച്ച് ചികിത്സ ചെയ്യുക. അതിനർത്ഥം അതിങ്ങനെ ക്ലിനിക്ക് തുറന്ന് ചെയ്യണമെന്നല്ല, അത് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ പഠിപ്പിച്ചോ? കേരള നിർവത്തിൽ മുജാഹിദിന്റെ ആസ്ഥാന നഗരിയിൽ ഇത് പഠിപ്പിച്ചോ? ഇതുള്ളവരെ എന്ത് ചെയ്യും? അവരെങ്ങനെ ചികിത്സിക്കും? ആര് ചികിത്സിക്കും? അതുകൂടെ പറഞ്ഞു കൊടുക്കി. ബാക്കിയുള്ളവർ അന്ധവിശ്വാസികളും ശിർക്കിന്റെ പ്രചാരകരുമായി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും അതുകൂടെ ജനങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെയോ, വളരെ പ്രധാനമായി നിഅമത്തുള്ള ഫാറൂഖി ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ഇകഴ്ത്തിക്കൊണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നാണ്. അതിനെപ്പറ്റി പറഞ്ഞത്, ഞങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു, തിരുത്താൻ പറഞ്ഞു. അദ്ദേഹം തിരുത്താമെന്ന് പറഞ്ഞു. ശരി, ബാക്കിയുള്ളവർക്കൊക്കെയോ? അവരെ മീറ്റിംഗ് കൂടി വിളിച്ചു വരുത്തി, അവർക്ക് പേപ്പർ കൊടുത്തു, എഴുതിച്ചു. നീതിബോധം നോക്കണേ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ, എന്റെ പൊന്ന് മനുഷ്യരെ, നിങ്ങൾ നോക്കണേ. നിയമത്തുള്ളക്ക് കുറിപ്പ് കൊടുക്കണില്ല, അതിലെഴുതി മൂപ്പരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നില്ല. ഇനി മേലിൽ ഞാനത് പറയില്ല എന്ന് പറയുന്നില്ല. എന്നിട്ട് യൂണിറ്റുകളിലേക്ക് സർക്കുലർ അയക്കുന്നില്ല. മുജാഹിദ് ബാലുശ്ശേരിയും സക്രിയും ചെയ്താൽ അവരെ പഞ്ചപുച്ച മടക്കി നിൽക്കണം, അവർ എഴുത്തു തരണം, ആ എഴുത്തിന് മറുപടി കൊടുക്കണം, അവർ പറഞ്ഞ പോലെ ഒപ്പിടണം, അതെന്നിട്ട് യൂണിറ്റുകളിൽ എത്തിക്കണം. നിങ്ങൾക്കറിയോ, ഞങ്ങൾക്കെതിരെ എഴുതുന്നൊക്കെ സെക്കൻഡ് കൊണ്ട്, ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ അത് സെക്കൻഡ് കൊണ്ട് സ്റ്റേറ്റിലും ലോകത്തെല്ലായിടത്തും എത്തും. നേരെ മറിച്ച് ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിലോ 1 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ എത്തൂല. ഞാൻ ചോദിക്കട്ടെ, പരസ്യമായി നിഅമത്തുള്ള ഫാറൂഖി ഈ വിഷയത്തിൽ എന്നെ നേതൃത്വം വിളിച്ച് ശാസിച്ചു, ഞാനത് തിരുത്തി എന്നൊരു കേസറ്റ് എവിടെ CD ടവറിൽ തിരുത്തിന്ന ആര് തിരുത്തി? എവിടെയാ കേസറ്റ്? ലോകത്തെവിടെയാ ക്ലിപ്പിംഗ്? ധൈര്യമുണ്ടോ നാളെ ഇടാൻ? ഉണ്ടോ? നിഅമത്തുള്ള ഫാറൂഖി തിരിച്ചു എന്ന് പറയുന്ന അത് ആസ്ഥാനത്ത് വെച്ച് തിരിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ, അത് നിങ്ങളോട് പറയേണ്ടയില്ല എന്നാണല്ലോ ഗർജിച്ച്. എങ്കിൽ ആ ക്ലിപ്പിംഗ് നാളെ ഇടുവോ? ബൈലക്സിൽ നിങ്ങൾ ഇടുവോ? നാളെ ഇടുവോ? നിഅമത്തുള്ള ഫാറൂഖി ആസ്ഥാനത്ത് തിരുത്തിയത് നിങ്ങളിടുവോ? നൊണയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ന് പോയി രാത്രി കുറച്ചാളെ വിളിച്ചുകൂട്ടി അവിടെ ഒരു ക്ലിപ്പിംഗ് ഉണ്ടാക്കുമെന്നുള്ളത് എനിക്കറിയില്ല. അൻസുസിലാരെ കൊള്ളുകൊണ്ട് അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗരവമായി എവിടെ അതിന് ശേഷവും പ്രസംഗിച്ചു നിയമത്തുള്ള പലയിടത്തും. എന്തിന്? അതൊക്കെ പോട്ടെ, അത് തിരുത്തി പറഞ്ഞു. അത് തിരുത്തിയതിനു ശേഷമല്ലോ അൽമനാറിൽ നീളമുള്ള താടിയെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് സിബത്ത് ബാലയമാട് 2 ലക്കത്തിൽ 2 മാസത്തെ അൽമനാറിൽ മര്യാദയ്ക്ക് മേലെ തുണി എടുക്കുന്നതിനെ വിമർശിച്ചു. ലോകത്തൊരൊറ്റ സെലഫികളും ഒരു സുന്നത്തിനെ, ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു സുന്നത്തിനെ എടുത്ത് വിമർശിച്ചിട്ടില്ല. മായിസുറുല്ലാനെ വ്യഭിചരിച്ചപ്പോ താടി നീട്ടി നരിയാന്റെ മേലെ തുണി ഉടുത്തിക്ക് വ്യഭിചരിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളറിയാം, അൽമനാറിലും അത് ആവർത്തിച്ചു. അപ്പൊ ഇത് ഇവരുടെ അജണ്ടയാണ്, യാതൊരു സംശയമുണ്ട് നിങ്ങൾക്ക്. അൽമനാറിൽ 2 ലക്കത്തിൽ ആവർത്തിച്ചില്ലേ? നിങ്ങൾ
തിരുത്തിയോ? നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ഐഡിയയിലെ സിബത്ത് പാലമാനെ വിളിച്ച് വിചാരണ ചെയ്തോ? മിമ്പർ ഇറക്കി വിട്ടോ? നിങ്ങൾ നീതി പഠിക്കുക, ഖുർആൻ കേട്ടോ. 4-ാം അധ്യായം 135 വലൗവലാംഫുസികും വാലിദൈനി വല്ലഖറബീൻ ഈ യകൂനു വലിയൻ ഔ ഫഖീറ. സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും എതിരാണെങ്കിൽ പോലും നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ അല്ലാഹ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നീതിബോധമുണ്ടായോ? എന്നിട്ട് ഏറ്റവും രസം എന്താ നിങ്ങൾ പ്രസംഗിച്ച നിയമത്തുള്ള ഇപ്പോഴും നേതൃത്വത്തിന്റെ വലതുഭാഗത്ത് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ക്ഷണിച്ച സാധു പുറത്ത് സെൽഫിന്റെ ഇന്നത്തെ വിശദീകരണമാണ്. ആലോചിക്കുമക്കളെ, മുജാഹിദുകളെ തലവലപ്പെടുത്തിയിട്ടില്ലാത്ത, മറ്റുള്ളവരുടെ തല വർക്ക് ചെയ്തിട്ട് നമ്മളത് വർക്ക് ചെയ്യാത്ത മുസ്ലിയാക്കന്മാരുടെ അവസ്ഥയല്ല മക്കളെ നമ്മളേത്. ആലോചിക്ക്. ഏത് സിദ്ദീഖിനെ റെക്കോർഡ് ചെയ്യാൻ വിളിച്ചു, തലശ്ശേരി സിദ്ദീഖിനെ. റെക്കോർഡ് ചെയ്തതെന്തിനാ? എന്റെ പൊന്നു മുസ്ലിങ്ങളെ പുറത്തു കൊടുക്കാൻ പാടില്ലാത്തത് ഓ കൊണ്ടുപോയി കൊടുത്തതിന്റെ പേരിൽ പുറത്ത്. പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണോ? സീഡിയിട്ടവരിൽ സിദ്ദീഖിനെ വിളിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യണോ? മറുപടിയില്ല. പിന്നെ ഒച്ചടലേ രക്ഷയുള്ളൂ. ഇരിക്കണോ എന്നാടോ എന്ന് പറയലല്ലാതെ വേറെ രക്ഷയൊന്നും ഇനി ഉണ്ടാവില്ല. ഇനി ഒറ്റ രക്ഷയുള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ 3 പ്രസ്ഥാനങ്ങൾ മാറി തന്നാൽ ഈ പ്രസ്ഥാനം കുട്ടപ്പനായി, ഉഷാറായി, ഗംഭീരായിട്ട് TPAP തന്നെ നയിച്ചോളൂ. നിങ്ങൾ മാറിക്കൊടുത്താൽ ഒരു പ്രശ്നം ഞാൻ തുറന്നു പറയാൻ. ഇതിന്റെ പേരിൽ എന്തൊക്കെ വരും വരായികളുണ്ടോ അത് ഞാൻ ഒറ്റക്ക് സഹിച്ചോളാം. ജയിലിലോ ഇനി വേറെ എവിടെങ്കിലും എവിടെയാണെങ്കിലും സഹോദരങ്ങൾ ഈ 3 ആളായിട്ട് മാറിക്കൊടുത്താൽ നമ്മുടെ പ്രസ്ഥാനം 2 മാസം കൊണ്ട് നോർമൽ കണ്ടീഷനിലേക്ക് വരും. ഈ രോഗാണു പുറത്തു പോയാൽ ഈ രോഗം മാറുന്നറിയില്ലേ? അതെ, ഈ 3 രോഗാണുക്കൾ പുറത്തേക്ക് പോയാൽ ഈ പ്രസ്ഥാനം നന്നാവും. യാതൊരു ഇതിങ്ങനെ പറയാൻ ഒരു പക്ഷേ ആരും തുനിയൂല. എനിക്ക് നാളെ കിട്ടുന്ന ചാർജ് ഷീറ്റ് എന്തായിരിക്കൂ? ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഇത് ഞാൻ തൊള്ളോണ്ട് ഉറക്കിയത് പറയും, ബാക്കിയുള്ളവരൊക്കെ മനസ്സ് പറയും, തമ്മിലിരുന്ന് പറയും, കൈതക്കാമൻ കരഞ്ഞു തീർക്കും. ഞാനത് പറയാൻ, നിങ്ങളോടത് പറയാൻ. ഈ 3 വൈറസിനെ പിടിച്ച് പുറത്തിട്ടാൽ ഈ കേന്ദ്രമാകുന്ന ശരീരത്തിലെ എല്ലാ രോഗവും മാറും എന്ന് ലോകം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഗൗരവമായി ഈ വിഷയങ്ങൾ പഠിക്കണം. അപ്പോ നോക്ക്, സിദ്ദീഖിനെ പുറത്താക്കി, അതിന്റെ ഉള്ളിൽ ഇയാളും സിദ്ദീഖിനോട് തിരുത്തി കൊടുത്തുകൂടായിരുന്നോ? എന്നിവിടെ പറഞ്ഞു എന്ത്? കേന്ദ്രത്തിന്റെ കൗൺസിൽ CD ഞാനല്ല, ഞാൻ എന്റെ റബ്ബിലേക്ക് വിടുന്നു. റെക്കോർഡ് ചെയ്യിപ്പിച്ചാരാ? കൗൺസില്. അത് സുതാര്യായിരുന്നു എന്നാ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മുതലക്കുളം മൈതാനത്ത് വെച്ച് ചേർത്തിക്കൂടായിരുന്നോ? മാനാഞ്ചിറയിൽ വെച്ച് ചേർത്തിക്കൂടായിരുന്നോ? തങ്ങളുടെ നട്ടകത്തിലെ സ്വകാര്യത്തിലേക്ക് എന്തിനു വിളിച്ചു വരുത്തി? ജീവിതത്തിൽ ഏതായിക്കോട്ടെ, സ്റ്റേറ്റ് കൗൺസിലാണോ ആ കൗൺസിൽ CD റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് അദ്ദേഹമാണ്. അത് സുലൈമാനോടാണ് പറഞ്ഞ ഇടപെടത്തെ. സുലൈമാൻ ഒരു അമുസ്ലിമിനെ ഏൽപ്പിച്ച് സംശയമുണ്ടോ? അതുപോലെ ലീക്കായതാര്, കൊണ്ടുകൊടുത്തതാര്, എന്തിനു വിഷയാക്കണം? അത് റെക്കോർഡ് ചെയ്തതാരാ? ഞങ്ങൾക്കത് മതി. ആ സൂത്രധാരനാരാ? അത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതാരോടാ? അത്രയും മതി ഞങ്ങൾക്ക്, ജനങ്ങൾക്ക് അത് മതി. അത് നിങ്ങൾ തിരിച്ചു പറയും. പോട്ടെ, നിങ്ങൾ കൊണ്ടുകൊടുത്തല്ല ശരി. ആ കൗൺസിൽ CD എങ്ങനെ പുറത്തുപോയിന്ന് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചോ? ഞാൻ നിക്കാവുത്ത് നടത്തിയ 3 ആളെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലേ? ഒരു നിക്കാഹ് നടത്തിയതിന് 2 കത്ത് കൊടുത്തില്ലേ? ഇല്ലേ? തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പലരും കത്ത് എഴുതിയില്ലേ? എങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടാമായിരുന്നോ? ഇന്ന് വരെ അന്വേഷണം ഉണ്ടായോ? ആ കൗൺസിൽ CD ആരാ കൊടുത്ത്? CD ടവറിൽ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ അന്വേഷിച്ചോ ഇന്ന് വരെ ആസ്ഥാന നഗരിയിൽ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരലോകമുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളോടത് പറയണം. മത്സരയുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇനി കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് ചർച്ചകളോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനതിൽ പങ്കെടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ കാര്യം ഗൗരവമായി സംസാരിച്ചത് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഇവർ നുണ പറയുമ്പോ, അങ്ങേറ്റത്തെ നുണ പറയുമ്പോ സഹിക്കാനാകാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാളെ ഇത് പറയാൻ ഞാൻ ഉണ്ടാവൂ എനിക്കറിയില്ല, മറ്റന്നാൾ ഞാൻ ഉണ്ടാവൂ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത് പറഞ്ഞവരോട് പറഞ്ഞ ഇതാണ്. ഇന്ന് പറഞ്ഞവരോട് പറഞ്ഞത്, ഇത് കേട്ട് തെറ്റിദ്ധാരണയായിട്ട് ആളുകൾ മരിച്ചു വരുത്. ഇന്ന് രാത്രി അത് തിരുത്തണം. ഒരു മുവഹിദിനെ കുറിച്ച് വെറുപ്പായിട്ട് ഒരു മുവഹിദ് മരിക്കരുത്. അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കയറിയത്. ആർക്കും എന്നോടൊന്നും തോന്നരുത്. വസ്തുത കേൾക്കുമ്പോൾ ബേജാറ് തോന്നും. ഹിസ്ബിയത്തുള്ളവർക്കേ ബേജാറ് തോന്നും. കേന്ദ്രമിന്റെ ഇപ്പോഴത്തെ പോക്കിനെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയാം, ഈ 3 സംഘം വിശദീകരിക്കുന്നതിനെ തൃപ്തിപ്പെടുന്നവരോടും അവരുടെ ആളുകളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും പറയാൻ, നിങ്ങൾ ഒരിക്കലും വസ്തുതകൾ മനസ്സിലാക്കാതെ വെറുതെയുള്ള ടെസ്റ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നിങ്ങൾ വെക്ക് ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഈ കൊല്ലത്ത് നടന്നു മറ്റു വിഷയവും ഞാനുമായി ബന്ധപ്പെട്ട പാലപ്പെട്ടിയൊക്കെ ചർച്ച ചെയ്യാൻ
ഞാൻ അവരുടെ കൂടെ ഇരിക്കുക സ്റ്റേജിൽ, എന്നിട്ട് 20 മിനിറ്റ് എനിക്കും 20 മിനിറ്റ് അവർക്കും, പിന്നെ ചോദ്യവും മറുപടി ആയിട്ട് ഞാൻ ഇരിക്കാം. ഈ വിഷയത്തിൽ എനിക്കറിയാവുന്ന യായിബാദുള്ള സക്കരിയ മൗലവിയുമായും ജബ്ബാർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ട് അത് അവർ കിടക്കട്ടെ, ഞാൻ ആ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടില്ല. അതല്ലാത്ത ഞാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും സംഘടനയിൽ നിന്ന് നടക്കുന്നതും എന്നെ പുറത്താക്കിയതിൽ അനിസ്ലാമികതയും അതിൽ ദീനില്ല എന്നതൊക്കെ ഞാൻ പറയാം. നേതാക്കന്മാർ ഇരുന്നോട്ടെ, എന്നിട്ട് അവര് സംസാരിക്കട്ടെ, എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തരട്ടെ. ഇന്ന് വരെ ഏകപക്ഷീയമായാണ് വിശദീകരിച്ച്, നേരത്തെ പറഞ്ഞല്ലോ ഗോളില്ലാത്ത പോസ്റ്റിൽ അടിക്കാൻ. ഞാൻ കൊല്ലത്ത് കയറുന്നത് വരെ KNMന്റെ വേദിയിൽ നിങ്ങൾ ഗോളില്ലാത്ത പോസ്റ്റ് അടിച്ചല്ലേ, ഞങ്ങൾക്ക് പറയാൻ അവസരം തന്നോ? എന്നെയും സക്കരവാലിനെ നിങ്ങൾക്ക് പേടിയാൻ, അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് പേടിയാൻ. ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് അള്ളവിടുന്ന യാഥാർത്ഥ്യങ്ങളെയും നിങ്ങൾക്ക് പേടിയാൻ. അതുകൊണ്ട് ഞങ്ങളെ മൂലക്കാക്കി നിങ്ങൾ വിശദീകരിക്കുക. ധൈര്യമുണ്ടോ ഞങ്ങളെ ഇരുത്തിയിട്ടേ ഞാനുമായി ബന്ധപ്പെട്ട കാര്യം സ്റ്റേജിൽ പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ. ഞാൻ റെഡിയാണ് ആ കാര്യത്തിൽ. ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, എന്നെ പുറത്താക്കിയ അനിസ്ലാമികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെയ് 13 ഞാൻ നടത്തിയ പ്രസംഗത്തിലെ തകരാറുണ്ട് അല്ല, തലശ്ശേരി എന്താ ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നത്. എന്നെ പുറത്താക്കിയതിൽ ദീനില്ല എന്ന് ഞാൻ തെളിയിക്കും. അതല്ല ദീനുണ്ട് നിങ്ങൾ തെളിയിച്ചെങ്കിൽ ഞാൻ വരുന്നു. കൊല്ലത്തെ കാര്യം വിശദീകരിക്കാം, പാലപ്പെട്ടിയിട്ട് വിശദീകരിക്കാം, ഞാൻ പറഞ്ഞ വാക്കെന്താ വിശദീകരിക്കാം. അതിന് നിങ്ങൾ എനിക്ക് അവസരം തരൂ. നിങ്ങളുടെ വേദിയിൽ ഇടപെടാതെ, തല്ലിയിരുത്താതെ, ഇരിക്കണോ എന്ന് പറയാതെ സ്വതന്ത്രമായ അവസരം തന്നാൽ കഥയും പടവും മടക്കി അറബിക്കടലിലേക്ക് നിങ്ങൾ ആശയം വലിച്ചെറിയും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഭരിക്കുന്നത് വരെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്റെ ബൈലക്സിലെ പ്രിയപ്പെട്ട, എന്റെ സത്യാന്വേഷികളായ, ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളെ നിങ്ങൾ വിലയിരുത്തുകയും കാര്യങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കുകയും ഹക്കിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്ത് സംശയവും ഈ വിഷയത്തിൽ എന്റെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് ഇൻഷാ അല്ലാഹ് അറിയുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് ദീനിനു വേണ്ടി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.